ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ അവിടെ ഇവിടെ കടന്ന് അലങ്കോലമാവുന്നതിന് പകരം ഇങ്ങനത്തെ ഒരു സ്റ്റോറേജ് ബോക്സ് ഉണ്ടാക്കിയിട്ട് അതിലിട്ട് വെക്കുക. സോ A4 ഷീറ്റ് പേപ്പർ എടുക്കുക. ഇത് നമുക്ക് നടക്കത്ത ആ സ്ക്വയർ ബോക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ട്. ബട്ട് നമുക്ക് എല്ലാം സ്ക്വയർ പേപ്പേഴ്സ് ആയിട്ടാണ് വേണ്ടത്. അതുകൊണ്ട് ഫസ്റ്റ് ഇതൊക്കെ സ്ക്വയർ പേപ്പർ ആക്കി എടുക്കുക. എന്നിട്ട് ട്രയാങ്കിൾ ആക്കി മടക്കി കൊടുക്കണം. അപ്പോൾ ഇതാ ഇതേപോലെ ഫോൾഡിങ് ലൈൻസ് കിട്ടും. പിന്നെ എല്ലാ കോർണേഴ്സ് എടുത്തിട്ട് നമ്മളത് സെന്ററിലോട്ട് ഇതാ ഇങ്ങനെ മടക്കി കൊടുക്കുക. അപ്പോൾ ലാസ്റ്റ് നമുക്ക് ഇങ്ങനെ ഇട്ടുട്ടോ. എന്നിട്ട് ആ 4 സൈഡിൽ നിന്ന് നമ്മൾ വീണ്ടും മടക്കി കൊടുക്കണം ടു ദ സെന്റർ. അങ്ങനെ മടക്കി ലാസ്റ്റ് നമുക്ക് കുറെ ലൈൻസ് ഇങ്ങനെ കിട്ടും. ഡോണ്ട് വെറി, ഹാർട്ട് ഷേപ്പ് ബോക്സ് ഉണ്ടാക്കാനും ഇതേ സ്റ്റെപ്സ് തന്നെയാണ്. ജസ്റ്റ് ഒരു ചെറിയ ചേഞ്ച് ഉള്ളതെന്ന് മാത്രമുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നമ്മൾ ഏകദേശം ബോക്സ് ഒക്കെ ഉണ്ടാക്കാറായ സ്റ്റെപ്പ് എത്തിയിട്ടുണ്ട്. സൂക്ഷിച്ച് നോക്കിക്കോ, ബിക്കോസ് ഈ പാർട്ടാണ് ട്രിക്കി. അപ്പൊ നമുക്ക് ഒരു സൈഡ് ഇങ്ങനെ കിട്ടിയാൽ പിന്നെ മറ്റേ സൈഡും അത് തന്നെ റിപ്പീറ്റ് ചെയ്താൽ അങ്ങനെ നമുക്കൊരു ബോക്സ് കിട്ടും. ഇനി എങ്ങനെയാണ് ഹാർട്ട് ഷേപ്പ് ബോക്സ് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അതിന്റെ ഒരു കോർണർ എടുത്തിട്ട് അതിന്റെ ഉള്ളിലേക്ക് നമ്മൾ പുഷ് ചെയ്ത് കൊടുക്കുക. ഇറ്റ് ബിക്കംസ് ഒരു ഹാർട്ട് പോലെ. ഇറ്റ്സ് ദാറ്റ് സിമ്പിൾ. എത്ര ഹാർട്ട് ബോക്സസ് വേണോ അത്രയും ഉണ്ടാക്കിക്കോ. ഇനി അഥവാ ഹാർട്ട് വേണ്ട, സ്ക്വയർ തന്നെ വേണമെങ്കിലും അതും ഉണ്ടാക്കിക്കോ. ഇപ്പൊ മനസ്സിലായില്ലേ, ഹാർട്ട് ആണെങ്കിലും സ്ക്വയർ ആണെങ്കിലും ഒരേ സ്റ്റെപ്സ് ആണ്. ഇതൊരു സ്റ്റോറേജ് ബോക്സ് മാത്രമല്ല, സത്യത്തിൽ പറഞ്ഞാൽ ഇതൊരു ഗിഫ്റ്റ് ഓപ്ഷനും കൂടെയാണ്. അപ്പൊ വീഡിയോ ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.